പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകളുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ കാര്യങ്ങളിൽ നമ്മൾ തുടങ്ങുന്നത് കേരളത്തിന്റെ കാലാവസ്ഥയും പിന്നെ കേരളത്തിലെ നദികളും. അതാണ് നമ്മുടെ ടോപ്പിക്കിനകത്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. കേരളത്തിന്റെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ കേരളത്തിൽ 4 ഇനം കാലാവസ്ഥകളാണ് അനുഭവപ്പെടുന്നത്. അനുഭവപ്പെടുന്നത്. 1 ശൈത്യകാലം, 2 ഉഷ്ണകാലം, പിന്നെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, 4 വടക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. അങ്ങനെ 4 കാലങ്ങളാണ് കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഒന്നാമത്തെ ശൈത്യകാലം എന്ന് പറയുന്നത് ഏത് മാസം മുതൽ ഏത് മാസം വരെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കുക, ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഉള്ള കാലമാണ് ശൈത്യകാലം എന്നറിയപ്പെടുന്നത്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലമാണ് ശൈത്യകാലം എന്ന് അനുഭവപ്പെടുന്നത്. ഉഷ്ണകാലം എന്ന് പറയുന്നത് മാർച്ച് മെയ് കാലഘട്ടമാണ്. മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലഘട്ടമാണ് ഉഷ്ണകാലം എന്നറിയപ്പെടുന്നത്. പിന്നെ മൂന്നാമത്തെ കാലം എന്ന് പറയുന്നത് കാലാവസ്ഥ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്നാണ് പറയുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കാലത്ത് നമ്മൾ പറയുന്ന പേരാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നു. ലാസ്റ്റ് വടക്കു കിഴക്കൻ മൺസൂൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ളതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്. അങ്ങനെ 4 ഇനം കാലാവസ്ഥകളാണ് കേരളത്തിന് അനുഭവപ്പെടുന്നത്. ഏതൊക്കെയാ? ശൈത്യകാലം, 2 ഉഷ്ണകാലം, പിന്നെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, പിന്നെ വടക്കു കിഴക്കൻ മൺസൂൺ കാലം. ഓക്കെ അല്ലേ? അതിൽ ശൈത്യകാലം എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് നമ്മൾ പറഞ്ഞു ശൈത്യകാലം. ഇവിടെയാണ് മഴ ഏറ്റവും കുറച്ച് ലഭിക്കുന്ന കാലം എന്ന് പറയുന്നത് ശൈത്യകാലമാണ്. ഏകദേശം 25 സെന്റിമീറ്റർ മഴയാണ് ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ലഭിക്കുന്നത്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ശൈത്യകാലത്തിലാണ് കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ 25 സെന്റിമീറ്റർ മഴയാണ് ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ലഭിക്കുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന മാസം എന്ന് പറയുന്നത് ജനുവരി മാസമാണ്. ഏതാണ്? ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന മാസം എന്ന് പറയുന്നത് ജനുവരി മാസമാണ്. ശരാശരി 3 സെന്റിമീറ്റർ ആണ് ജനുവരി മാസത്തിൽ ലഭിക്കുന്ന മഴയുടെ അളവെന്ന് പറയുന്നത്. ഈ സമയത്ത് ഏറ്റവും ഉയർന്ന ഊഷ്മാവ് എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസും താഴ്ന്ന ഊഷ്മാവ് എന്ന് പറയുന്നത് 18 ഡിഗ്രി സെൽഷ്യസുമാണ്. ഏത് കാലത്തെയാണ്? നമ്മുടെ ശൈത്യകാലത്തിലെ ഏറ്റവും ഉയർന്ന ഊഷ്മാവ് എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസും താഴ്ന്ന ഊഷ്മാവ് എന്ന് പറയുന്നത് 18 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. പിന്നീട് രണ്ടാമത്തെ കാലം എന്ന് പറയുന്നത് ഉഷ്ണകാലമാണെന്ന് പറഞ്ഞാൽ അല്ലെ? ഉഷ്ണകാലം എന്ന് പറയുന്നത് മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസ കാലഘട്ടമാണ് നമ്മൾ ഉഷ്ണകാലം എന്ന് പറയുന്നത്. ഇടിയോട് കൂടിയ ഇടവിട്ടുള്ള മഴയാണ് ഈ സമയത്തെ പ്രത്യേകത. എന്താണ്? ഇടവിട്ടുള്ള മഴയാണ് ഈ സമയത്തെ പ്രത്യേകത. ഓക്കെ അല്ലേ? മൺസൂണിന് മുമ്പുള്ള ഈ മഴയെ മാംഗോ ഷവർ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? മൺസൂണിന് മുൻപുള്ള ഈ മഴയെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്തെന്നാണ് വിളിക്കുന്നത്? മാംഗോ ഷവർ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? മാംഗോ ഷവർ എന്ന് വിളിക്കുന്നത്. അപ്പൊ മാംഗോ ഷവർ എന്ന് പറയുന്ന മഴ ഏത് കാലത്താണെന്ന് ചോദിച്ചാൽ ഉഷ്ണകാലത്താണ് ഉണ്ടാകുന്നത്. മൺസൂണിന് മുമ്പുള്ള മഴയാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്. ശരാശരി 40 സെന്റിമീറ്റർ മഴയാണ് ഈ സമയത്ത് ലഭിക്കുന്നത്. പാലക്കാടും പുനലൂരും ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് രേഖപ്പെടുത്താറുണ്ട്. അതായത് ഈ സമയം നമ്മൾ പറഞ്ഞു ഉഷ്ണകാലമാണെന്ന് പറഞ്ഞല്ലേ? ഉഷ്ണം എന്ന് പറഞ്ഞാൽ ചൂടാണ്. അപ്പൊ പാലക്കാടും പുനലൂരും, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാടും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് പുനലൂരുമാണ്. അവിടെ ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസ് വരെ ആ സമയത്ത് ചൂട് രേഖപ്പെടുത്താറുണ്ട് എന്ന് പറയുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പാലക്കാടാണ് നമ്മൾ പറഞ്ഞു അല്ലെ? പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലവും പറഞ്ഞു. എവിടെയാണ്? പുനലൂരാണെന്ന് പറഞ്ഞു. പുനലൂര് ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ പുനലൂര് കൊല്ലം ജില്ലയിലാണ്. ഏത് ജില്ലയാണ്? കൊല്ലം ജില്ലയിലാണ് പുനലൂര് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ചുരത്തിന്റെ സാന്നിധ്യം കൊണ്ട് പാലക്കാടും ആര്യങ്കാവ് ചുരത്തിന്റെ സാന്നിധ്യം കൊണ്ട് പുനലൂരും ചൂടുള്ള പ്രദേശങ്ങളായിട്ട് മാറി. എന്താണ്? പാലക്കാട് ചുരത്തിന്റെ സാന്നിധ്യം കൊണ്ട് പാലക്കാടും
ആര്യങ്കാവ് ചുരം എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ആര്യങ്കാവ് ചുരത്തിന്റെ സാന്നിധ്യം കൊണ്ട് പുനലൂരും ചൂടുള്ള പ്രദേശങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ മാറുകയാണ് ചെയ്തത്. ആനമലയിലാണ് ഏറ്റവും കുറഞ്ഞ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആനമലയിലാണ് ഏറ്റവും കുറഞ്ഞ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഒരു വർഷത്തിൽ കേരളത്തിൽ ലഭിക്കുന്ന ശരാശരി മഴ എന്ന് പറയുന്നത് 310.7 സെന്റിമീറ്റർ ആണ്. എന്താണ്? ഒരു വർഷത്തിൽ കേരളത്തിൽ ലഭിക്കുന്ന ശരാശരി മഴ എന്ന് പറയുന്നത് 310.7 സെന്റിമീറ്റർ ആണ്. ക്ലിയർ അല്ലേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ മാസമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏത് മാസമാണ്? ജൂലൈ മാസമാണ്. ഏത് മാസമാണ്? ജൂലൈ മാസമാണ്. ക്ലിയർ അല്ലേ? പിന്നീട് നമ്മൾ പറയുന്നത് എങ്ങോട്ട് പോവാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ മെയ് വരെയായി. അപ്പൊ മെയ് അടുത്ത ജൂൺ മുതൽ പോകണം അല്ലെ? അപ്പൊ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടമാണ് ഏത്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് നമ്മൾ പറയുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വഴിയാണ്. എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വഴിയാണ്. ക്ലിയർ അല്ലേ? ഏകദേശം 196 സെന്റിമീറ്റർ മഴയാണ് ഈ സമയത്ത് ലഭിക്കുന്നത്. ഏകദേശം 196 സെന്റിമീറ്റർ മഴയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വഴി കേരളത്തിൽ ലഭിക്കുന്നത്. അത് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, കാലവർഷം എന്ന് നമ്മൾ വിളിക്കും, ഇടവപ്പാതി എന്ന് വിളിക്കും അല്ലെ? ഇടവപ്പാതി കഴിഞ്ഞിട്ടും മഴ പെയ്യാത്തത് എന്താണോ എന്നൊക്കെ നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇടവപ്പാതി എന്ന് പറയുന്നതും കാലവർഷം എന്ന് പറയുന്നതും മൺസൂൺ ഏത് മൺസൂണാ? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ക്ലിയർ അല്ലേ? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. തെക്കുന്നുള്ളതാണ് അല്ലെ? അപ്പൊ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് മൺസൂണിന്റെ കവാടം, മൺസൂൺ എൻട്രി ചെയ്യുന്നത് കേരളത്തിൽ കൂടെയാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ സംസ്ഥാനമാണ്. ഏതാണ് നമ്മുടെ സംസ്ഥാനം? കേരളം. അപ്പം മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അടുത്തത് ഒക്ടോബർ, സെപ്റ്റംബർ വരെയുള്ളതായി. പിന്നെ അടുത്ത ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ. ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് അല്ലെ? സാമാന്യം ശക്തിയായി പെയ്യുന്ന മഴയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ എന്നറിയപ്പെടുന്നത്. അഥവാ തുലാവർഷം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? തുലാവർഷം. ഈ കാലയളവിലെ ശരാശരി മഴ എന്ന് പറയുന്നത് 47 സെന്റിമീറ്റർ ആണ്. എത്രയാണ്? മഴയുടെ ശരാശരി എന്ന് പറയുന്നത് 47 സെന്റിമീറ്റർ ആണ്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് ഈ മൺസൂണിന്റെ പ്രത്യേകത. അതായത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് ഈ മൺസൂണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണ്, കടലിന്റെ സാമീപ്യം, ജലസേചന സൗകര്യം, ഭൂവിനിയോഗം മുതലായവയെ അടിസ്ഥാനമാക്കി കേരളത്തെ വ്യത്യസ്ത കാർഷിക കാലാവസ്ഥാ മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ? ഭൂപ്രകൃതിയുടെയും കാലാവസ്ഥ, മണ്ണ്, കടലിന്റെ സാമീപ്യം, ജലസേചന സൗകര്യം, ഭൂവിനിയോഗം മുതലായവയെ അടിസ്ഥാനമാക്കി കേരളത്തെ വ്യത്യസ്ത കാർഷിക കാലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ? സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കോൾ നിലങ്ങൾ. എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കോൾ നിലങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്? കോൾ നിലങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ ജില്ലകളിലെ തീരദേശങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്ന നിലങ്ങളിലെ കൃഷിയാണ് പൊക്കാളി എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ ജില്ലകളിലെ തീരദേശങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്ന നിലങ്ങളിലെ കൃഷിക്ക് നമ്മൾ പറയുന്ന പേരാണ് പൊക്കാളി കൃഷി എന്നാണ് പറയുന്നത്. ഉപ്പുവെള്ളം കയറുന്ന കൃഷി പൊക്കാളി കൃഷി എന്നാണ് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേര് കോൾ നിലങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഇതിന്റെ കൂടെ മറക്കാതെ നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ്. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചിന്നാറാണ്. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്. കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ ലക്കിടിയാണ്. കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത്. മഴ കൂടുതൽ ലഭിക്കുന്നത് കോഴിക്കോട്, കുറവ് ലഭിക്കുന്നത് തിരുവനന്തപുരം. കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം, എറണാകുളം ജില്ല. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാറ്, ഇടുക്കി ജില്ല. കേരളത്തിന്റെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാർ ആണ്. കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ ലക്കിടിയാണ്. ക്ലിയർ അല്ലേ?
പിന്നീട് എന്താ പറയുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കായാന്തരിത ശിലകളാണ്. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത്, നദി എന്ന് പറയുന്നത്, ജില്ല എന്ന് പറയുന്നത് ജില്ല ഇടുക്കിയാണ്. പിന്നെ ഇടുക്കി ജില്ലയിൽ മൂന്നാറിലാണ്. പാമ്പാർ നദിയിലാണ് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായല്ലോ. കേരളത്തിൽ അവസാനമായി നിലവിൽ വന്ന കടുവാ സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പറമ്പിക്കുളം, പാലക്കാട് അല്ലെ? പറമ്പിക്കുളം. കേരളത്തിൽ അവസാനമായി നിലവിൽ വന്ന കടുവാ സങ്കേതം പറമ്പിക്കുളമാണ്. ഏതാണ്? പറമ്പിക്കുളം. ക്ലിയർ അല്ലേ? കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയ സാമൂഹ്യ വനവൽക്കരണ പരിപാടിയാണ് എന്റെ മരം എന്റെ നാടിന്. എന്റെ മരം എന്റെ നാടിന്. കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമുണ്ട്. ഏതാണ്? മംഗളവനം. ഏതാണ്? കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് മംഗളവനം. ഏതാണ്? മംഗളവനം. ക്ലിയർ അല്ലേ? ചീമേനി വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കാസർഗോഡാണ്. ഏതാണ്? കാസർഗോഡ്. അപ്പൊ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ മിസലേനിയസ് ആയിട്ട് കേരളവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില കായാന്തരിത ശില. തൂവാനം വെള്ളച്ചാട്ടം എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്, പാമ്പാർ നദിയിലാണ്. കേരളത്തിൽ അവസാനമായി നിലവിൽ വന്ന കടുവാ സങ്കേതം പറമ്പിക്കുളമാണ്. കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയ സാമൂഹ്യ വനവൽക്കരണ പദ്ധതി എന്ന് പറയുന്നത് എന്റെ മരം എന്റെ നാടിന് എന്നുള്ളതാണ്. കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്ന പേരിൽ അറിയപ്പെടുന്ന നദി എന്ന് പറയുന്നത്, വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് മംഗളവനമാണ്. ചീമേനി വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത് ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. ക്ലിയർ അല്ലേ? പിന്നീട് പോകുന്നത് കേരളത്തിലെ പ്രധാന വിളകളാണ്, അതായത് മേഖലകൾ തിരിച്ചിട്ടാണ് നൽകിയിരിക്കുന്നത്. വടക്കൻ മേഖലയിൽ തെങ്ങ്, നെല്ല്, അടയ്ക്ക. തെക്കൻ മേഖലയിൽ തെങ്ങുണ്ട്, നെല്ലുണ്ട്, മരച്ചീനി, അടയ്ക്ക. മധ്യമേഖലയിൽ തെങ്ങുണ്ട്, നെല്ലുണ്ട്, മരച്ചീനിയുണ്ട്, നേന്ത്രവാഴയുണ്ട്. ഉയർന്ന മേഖലയിൽ തേയിലയുണ്ട്, കാപ്പിയുണ്ട്, ഏലമുണ്ട്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് കടക്കാം. അടുത്ത ഭാഗം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. എന്താണ് അടുത്ത ഭാഗം എന്ന് പറയുന്നത്? കേരളത്തിലെ നദികൾ. കേരളത്തിലെ നദികൾ അറിയേണ്ടതെല്ലാം നമുക്ക് നോക്കാം. കേരളത്തിൽ നദികളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. കേരളം എന്ന് പറയുന്നത് നദികളുടെ സ്വന്തം നാട്. കേരളം നദികളുടെ സ്വന്തം നാട്. 15 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള ജലപ്രവാഹത്തെയാണ് നദികൾ എന്ന് കണക്കാക്കുന്നത്. അപ്പൊ 15 കിലോമീറ്റർ ആണ് ജലം എന്താണ് നദിയായിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള കണക്കെന്ന് എടുക്കുക. അപ്പം 15 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള ജലപ്രവാഹത്തെയാണ് നദികൾ എന്ന് കണക്കാക്കുന്നത്. ഇത് വിജ്ഞാപനമായി കേരള സർക്കാർ പുറത്തിറക്കിയത് 1974ലാണ്. 1974ലാണ്. ഓക്കെ അല്ലേ? ഇനി പോകുന്നു. കേരളത്തിൽ ഇത്തരത്തിൽ പരിഗണിക്കപ്പെടുന്ന, അതായത് എത്രയാ? ഇവിടെ ഒരു 15 കിലോമീറ്റർ പറഞ്ഞല്ലോ. അപ്പൊ 15 കിലോമീറ്ററിൽ പരിഗണിക്കപ്പെടുന്ന കേരളത്തിൽ എത്ര നദികളാണ് ഉള്ളത്? 44 നദികളാണ് ഉള്ളത്. 44 നദികളാണ് ഉള്ളത്. ഇതിൽ 41 എണ്ണം പടിഞ്ഞാറോട്ട്, 41 എണ്ണം എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങോട്ട് പടിഞ്ഞാറോട്ടും. ബാക്കി 3 നദികൾ ഏതാ? സഹ്യപർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് എങ്ങോട്ടാ പോകുന്നത്? കിഴക്കോട്ടുമാണ് പോകുന്നത്. അപ്പം 44 എണ്ണത്തിൽ 41 എണ്ണം പടിഞ്ഞാറോട്ടും 3 നദികൾ എങ്ങോട്ടാണ്? കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. ഓക്കെ അല്ലേ? അതിൽ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ എന്ന് പറയുന്നത് കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ഓക്കെ അല്ലേ? കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കബനി, ഭവാനി, പാമ്പാർ. ആ ഒരു ഓർഡറിൽ തന്നെ എടുത്ത് കബനിയാണ് അല്ലെ. അത് കർണാടകത്തിലേക്കും ഭവാനി, പാമ്പാർ എന്നിവ തമിഴ്നാട്ടിലോട്ടുമാണ് ഒഴുകുന്നത് അല്ലെ. അപ്പൊ ഒന്ന് മനസ്സിലാക്കിക്കോണം. ഏതാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏതാണ്? കർണാടകത്തിലോട്ട് ഒഴുകുന്ന നദി ഏതാണ്? കബനി നദിയാണ്. ഭവാനി നദിയും പാമ്പാറും എങ്ങോട്ടാ? തമിഴ്നാട്ടിലോട്ടുമാണ് ഒഴുകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 44 എണ്ണത്തിൽ 41 എണ്ണം പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടും ഒഴുകുന്നു. കിഴക്കോട്ട് ഒഴുകുന്നതിൽ 3 എണ്ണം കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. 100 കിലോമീറ്ററിൽ കേരളത്തിൽ കൂടി ഒഴുകുന്ന നദികളിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ ഒഴുകുന്ന 11 നദികളാണ് കേരളത്തിലുള്ളത്. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള 11 നദികളാണ് കേരളത്തിലുള്ളത്. 244 കിലോമീറ്റർ ദൈർഘ്യമുള്ള പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. എന്താണ്? 244 കിലോമീറ്റർ ദൈർഘ്യമുള്ള പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. 16 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള മഞ്ചേശ്വരം പുഴ 16 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ 16 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയുമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ്. ഏറ്റവും വലുത് പെരിയാറും ഏറ്റവും ചെറുത് മഞ്ചേശ്വരം
മഞ്ചേശ്വരം പുഴയാണ്. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ഏറ്റവും നീളം കൂടിയ നദി. 16 കിലോമീറ്റർ മാത്രം നീളമുള്ള മഞ്ചേശ്വരം പുഴ, കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പുഴ എത്രയാണ്? ഏറ്റവും നീളം കുറഞ്ഞ നദിയായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. കേരളത്തിലെ 44 നദികൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കാം. കേരളത്തിലെ 44 നദികൾ നോക്കുകയാണ്. ഒന്ന് പെരിയാറാണ്, ദൈർഘ്യം 244 കിലോമീറ്റർ ആണ്. ശിവഗിരി മലയിലാണ് ഉത്ഭവിക്കുന്നത്. ഏതൊക്കെ ജില്ലകളിൽ കൂടിയാണ് ഒഴുകുന്നത് എന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിൽ കൂടിയും എറണാകുളം ജില്ലയിൽ കൂടിയുമാണ് ഒഴുകുന്നത്. ഒന്ന് നോക്കിക്കോണം. ഇടുക്കി ജില്ലയിൽ കൂടിയും എറണാകുളം ജില്ലയിൽ കൂടിയും ഒഴുകുന്ന നദി ഏതൊക്കെയാണെന്ന് അല്ലെങ്കിൽ ഏതാണ് തന്നിരിക്കുന്നതെന്നൊക്കെ ചോദിക്കാം. ഇടുക്കി ജില്ലയിൽ കൂടിയും എറണാകുളം ജില്ലയിൽ കൂടിയും ഒഴുകുന്ന നദിയാണ് പെരിയാർ. കൊടുങ്ങല്ലൂർ കായലിലാണ് പതനസ്ഥാനം അല്ലെ. അറബിക്കടലിലോട്ട് ചേരുന്നത് കൊടുങ്ങല്ലൂർ കായലിൽ വെച്ചാണ്. 2 ഭാരതപ്പുഴ 209 കിലോമീറ്റർ ആനമല എന്ന് പറയുന്ന ഉത്ഭവസ്ഥാനത്ത് നിന്ന് പുറപ്പെടുന്നു. എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിലാണ് പതിക്കുന്നത്. ഏതൊക്കെ ജില്ലകളിൽ കൂടിയാണ് ഒഴുകുന്നത് എന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ല. മെയിൻ ആയിട്ട് പഠിക്കുക. ഭാരതപ്പുഴയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പാലക്കാടിന്റെ കാര്യം പറയുന്നുണ്ട്. തൃശൂർ ജില്ലയിൽ കൂടിയും മലപ്പുറം ജില്ലയിൽ കൂടിയുമാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. മൂന്നാമത്തത് പമ്പാ നദിയാണ്. 176 പത്തനംതിട്ട ജില്ലയിലാണ് മെയിൻ. പിന്നെ ഇടുക്കി ജില്ലയിൽ കൂടിയും ആലപ്പുഴ ജില്ലയിൽ കൂടിയും പോകുന്നുണ്ട്. പിന്നെ പതനസ്ഥാനം എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലാണ്, കടലല്ല. വേമ്പനാട്ട് കായലിലാണ്, പുളിച്ചിമലയിലാണ് ഉത്ഭവിക്കുന്നത്. 4ാമത് ചാലിയാറാണ്. 169 കിലോമീറ്റർ ആണ്. ചാലിയാർ എന്ന് പറയുമ്പോൾ കോഴിക്കോട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിൽ കൂടി ഒഴുകുന്നു. ഇളമ്പലേരിക്കുന്ന് എന്നുള്ളതാണ് അതിന്റെ ഉത്ഭവസ്ഥാനം. എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിലാണ് പതിക്കുന്നത്. 5 ചാലക്കുടി പുഴയാണ്. 145.5 കിലോമീറ്റർ ദൂരമുണ്ട്. ആനമലയിൽ ആണ് ഉത്ഭവസ്ഥാനം. പെരിയാർ നദിയിൽ വന്ന് പതിക്കുന്നു. പാലക്കാട്, തൃശ്ശൂര്, എറണാകുളം ജില്ലയിൽ കൂടിയാണ് ചാലക്കുടി പുഴ ഒഴുകുന്നത്. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ജില്ലയിൽ കൂടിയാണ് ചാലക്കുടി പുഴ ഒഴുകുന്നത്. 6ാമത്തെ നദി എന്ന് പറയുന്നത് കടലുണ്ടിപ്പുഴയാണ്. 130 കിലോമീറ്റർ ആണ് നീളം എന്ന് പറയുന്നത്. ചേരക്കൊമ്പൻ മലയാണ് ഉത്ഭവസ്ഥാനം. എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിലാണ് പതിക്കുന്നത്. പിന്നെ ഒഴുകുന്ന ജില്ലകൾ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ കൂടിയും മലപ്പുറം ജില്ലയിൽ കൂടിയുമാണ് കടലുണ്ടിപ്പുഴ ഒഴുകുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് 7ാമത് അച്ചൻകോവിലാറാണ്. അച്ചൻകോവിലാർ എന്ന് പറയുമ്പോൾ 128 കിലോമീറ്റർ ദൈർഘ്യമുള്ള പശുകിടമേട് എന്നറിയപ്പെടുന്ന ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഉത്ഭവിക്കുന്നു. പമ്പാ നദിയിലാണ് എന്ത് ചെയ്യുന്നത്? അത് പതിക്കുന്നത്. പതനസ്ഥലം പമ്പാ നദിയിലാണ്. പിന്നെ മെയിൻ ആയിട്ട് ഒഴുകുന്നത് പത്തനംതിട്ടയിൽ കൂടിയും ആലപ്പുഴയിൽ കൂടിയും കൊല്ലം ജില്ലയിൽ കൂടിയാണ് അച്ചൻകോവിലാർ ഒഴുകുന്നത്. 8ാമത്തത് കല്ലടയാർ. കല്ലടയാർ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് കൊല്ലം ജില്ല നമ്മുടെ മനസ്സിൽ വരണം. കൊല്ലം ജില്ലയിൽ കൂടിയും പത്തനംതിട്ട ജില്ലയിൽ കൂടിയും ഒഴുകുന്ന നദിയാണ് കല്ലടയാർ. 121 കിലോമീറ്റർ ആണ് ദൂരം എന്ന് പറയുന്നത്. കരിമല എന്ന് പറയുന്ന ഉത്ഭവസ്ഥാനത്ത് നിന്നാണ് പുറത്തു വരുന്നത്. അഷ്ടമുടിക്കായലിലാണ് എന്ത് ചെയ്യുന്നത്? പതിക്കുന്നത്. അഷ്ടമുടിക്കായലിൽ പതിക്കുന്നു. 9ാമത്തത് മൂവാറ്റുപുഴയാറാണ്. മൂവാറ്റുപുഴ എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ല മെയിൻ വരുന്നു. എറണാകുളം ജില്ലയിൽ കൂടിയും ഇടുക്കി ജില്ലയിൽ കൂടിയും കോട്ടയം ജില്ലയിൽ കൂടിയും ആലപ്പുഴ ജില്ലയിൽ കൂടിയും 4 ജില്ലകളിൽ കൂടി ഒഴുകുന്ന നദിയാണ് മൂവാറ്റുപുഴയാറ്. 121 കിലോമീറ്റർ ആണ് ദൈർഘ്യമായിട്ട് പറയുന്നത്. തരംഗംകാനം കുന്ന് എന്ന് പറയുന്ന ഉത്ഭവസ്ഥാനത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത്. പതനസ്ഥലം എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലാണ് മൂവാറ്റുപുഴയാറ്. ഓക്കെ അല്ലേ? 10ാമത്തത് വളപട്ടണം പുഴയാണ്. വളപട്ടണം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ്. 110 കിലോമീറ്റർ ആണ് ദൈർഘ്യം. എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിൽ പതിക്കുന്നു. ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ബ്രഹ്മഗിരി കുന്നുകളിലാണ്. ബ്രഹ്മഗിരി കുന്നുകൾ കർണാടകത്തിലാണ്. ആ ഒരു ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഉത്ഭവിക്കുന്നു വളപട്ടണം പുഴ. വളപട്ടണം കണ്ണൂർ ജില്ലയിലാണ്. അടുത്തത് ചന്ദ്രഗിരി പുഴ. ചന്ദ്രഗിരി പുഴ എവിടെയാണ്? കാസർഗോഡാണ്. ചന്ദ്രഗിരി പുഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ഇത് ചന്ദ്രഗിരി പുഴ. കാസർഗോഡ് ജില്ലയിലാണ്. 105 കിലോമീറ്റർ ആണ് ദൈർഘ്യം. പിന്നെ പട്ടിക്കാട്ട് വനം എന്ന് പറയുന്ന ഉത്ഭവസ്ഥാനത്ത് നിന്നും ഉത്ഭവിക്കുന്നു. അറബിക്കടലിലാണ് വന്ന് പതിക്കുന്നത്. 12 മണിമലയാർ. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ കൂടിയാണ് മണിമലയാർ ഒഴുകുന്നത്. 92 കിലോമീറ്റർ ആണ് ദൈർഘ്യം. തട്ടമല എന്ന് പറയുന്ന സ്ഥലത്ത് ഉത്ഭവിക്കുന്നു. പമ്പാ നദിയിലാണ് വന്ന് പതിക്കുന്നത്. അടുത്തത് 13 വാമനപുരം നദിയാണ്. 88 കിലോമീറ്റർ ആണ് ദൈർഘ്യം. ചെമുഞ്ചിമൊട്ട എന്ന് പറയുന്ന ഉത്ഭവസ്ഥാനമാണ്. അഞ്ചുതെങ്ങ് കായലിൽ വന്ന് പതിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഒഴുകുന്നത്. അടുത്തത് കുപ്പം പുഴ. 82 കിലോമീറ്റർ ആണ്.
പാടിനൽക്കാട് റിസർവ് വനത്തിലാണ് ഉത്ഭവിക്കുന്നത്. അറബിക്കടലിലാണ് വന്ന് പതിക്കുന്നത്. കണ്ണൂർ ജില്ലയിലാണ്. ഓക്കെ അല്ലേ? അടുത്തത് മീനച്ചിലാർ. മീനച്ചിലാർ 78 കിലോമീറ്റർ ആണ് ഉള്ളത്. കോട്ടയം ജില്ലയിൽ കൂടിയും ആലപ്പുഴ ജില്ലയിൽ കൂടിയുമാണ് മീനച്ചിലാർ ഒഴുകുന്നത്. അരയ്ക്കുന്നമുടി എന്ന് പറയുന്നതാണ് ഉത്ഭവസ്ഥാനം. എവിടെയാണ് പതിക്കുന്നത്? വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. ഓക്കെ അല്ലേ? 16 കുറ്റ്യാടിപ്പുഴയാണ്. 74 കിലോമീറ്റർ ആണ് ഉള്ളത്. നരിക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്നു. അറബിക്കടലിൽ പതിക്കുന്നു. വയനാട് കോഴിക്കോട് ജില്ലകളിൽ കൂടി ഒഴുകുന്നു. കരമനയാർ തിരുവനന്തപുരം ജില്ലയാണ്. ചെമുഞ്ചിമൊട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഉത്ഭവിക്കുന്നു. അറബിക്കടലിൽ പതിക്കുന്നു. 68 കിലോമീറ്റർ ദൂരം. ഷിറിയപ്പുഴ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ആനക്കുണ്ടിവനം എന്ന് പറയുന്ന സ്ഥലത്ത് ഉത്ഭവിക്കുന്നു. അറബിക്കടലിൽ വന്ന് പതിക്കുന്നു. 67 കിലോമീറ്റർ. കരിയങ്ങോട് നദി എന്ന് പറയുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കൂടി ഒഴുകുന്ന നദിയാണ്. കൂർഗിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കവായ് കായലിലും അറബിക്കടലിലും വന്ന് പതിക്കുന്നു. 64 കിലോമീറ്റർ നീളമാണ് ഉള്ളത്. കബനി നദി എന്ന് പറയുമ്പോൾ 57 കിലോമീറ്റർ മാത്രം 57 കിലോമീറ്റർ ദൂരമുണ്ട്, അല്ലെങ്കിൽ നീളമുണ്ട്, ദൈർഘ്യമുണ്ട്. തൊണ്ടാർമുടിയിൽ ഉത്ഭവിക്കുന്നു. കാവേരി നദിയിലാണ് വന്ന് പതിക്കുന്നത്. വയനാട് ജില്ലയിൽ കൂടി മെയിനായിട്ടും ഒഴുകുന്നു. നെയ്യാർ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയാണ്. അറബിക്കടലിലാണ് വന്ന് പതിക്കുന്നത്. അഗസ്ത്യമലയിൽ ഉത്ഭവിക്കുന്നുണ്ട്. 56 കിലോമീറ്റർ ആണ് ദൈർഘ്യം. ഇത്തിക്കരയാർ എന്ന് പറയുന്നത് 56 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. മടത്തറക്കുന്നിൽ ഉത്ഭവിക്കുന്നു. പരവൂർ കായലിൽ വന്ന് പതിക്കുന്നു. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ കൂടി ഒഴുകുന്നു. മയ്യഴിപ്പുഴ 54 കിലോമീറ്റർ ദൈർഘ്യമുള്ള മയ്യഴിപ്പുഴ എവിടെയാ? കണ്ണൂർ ജില്ലയിൽ കൂടിയും കോഴിക്കോട് ജില്ലയിൽ കൂടിയും വയനാട് ജില്ലയിൽ കൂടിയും ഒഴുകുന്നു. വയനാട് ചുരത്തിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് പെരുവമ്പപ്പുഴ എന്ന് പറയുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കൂടിയാണ് ഒഴുകുന്നത്. 51 കിലോമീറ്റർ ആണ് ദൈർഘ്യം. പേക്കുന്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഉത്ഭവിക്കുന്നു. കവ്വായ് കായൽ വന്ന് പതിക്കുന്നു. കേച്ചേരിപ്പുഴ എന്ന് പറയുന്നത് 51 കിലോമീറ്റർ ദൈർഘ്യം. മച്ചാട്ടുമലയിൽ ഉത്ഭവിച്ച് ചേറ്റുവാക്കായലിൽ വന്ന് പതിക്കുന്നു. തൃശൂർ ജില്ലയിലാണ് മെയിനായിട്ടും ഒഴുകുന്നത്. ഉപ്പളക്കായൽ എന്ന് പറയുന്നത് കാസർഗോഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഉപ്പളക്കായൽ കാസർഗോഡ് ജില്ലയിൽ കൂടി ഒഴുകുന്ന നദിയാണ്. 50 കിലോമീറ്റർ ആണ് ദൈർഘ്യം. വീരകമ്പ കുന്നുകളിൽ ഉത്ഭവിക്കുന്നു. അറബിക്കടലിൽ വന്ന് പതിക്കുന്നു. 27ാമത് കരുവന്നൂർ പുഴയാണ്. 48 കിലോമീറ്റർ ആണ് ദൈർഘ്യം. പൂമലയിൽ ഉത്ഭവിക്കുന്നു. ചേറ്റുവാക്കായലിൽ വന്ന് പതിക്കുന്നു. തൃശൂർ ജില്ലയിൽ കൂടിയാണ് കൂടുതലായിട്ടും ഒഴുകുന്നത്. ഓക്കെ അല്ലേ? മണാലിപ്പുഴയും കുറുമാലിപ്പുഴയും ചേർന്നാണ് കരുവന്നൂർ പുഴ ഉണ്ടായത്. തൃശൂർ ജില്ലയിലാണ്. തിരൂർ പുഴ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ തിരൂർ എന്നൊക്കെ ഓർത്താൽ തിരൂർ പുഴ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണ്. 48 കിലോമീറ്റർ ആണ്. ആത്മനാടിൽ ഉത്ഭവിക്കുന്നു. ഭാരതപ്പുഴയിൽ വന്ന് പതിക്കുന്നു. അഞ്ചരക്കണ്ടിപ്പുഴ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ്. 48 കിലോമീറ്റർ ആണ് ദൈർഘ്യം. കണ്ണവം വനത്തിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ വന്ന് പതിക്കുന്നു. 30ാമത്തത് നീലേശ്വരം പുഴയാണ്. നീലേശ്വരം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കിണനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉത്ഭവിച്ച് കരിങ്കോട്ട് പുഴയിൽ വന്ന് പതിക്കുന്നു. 46 കിലോമീറ്റർ ആണ് ഉള്ളത്. അടുത്തത് പള്ളിക്കലാർ എന്ന് പറയുന്നത് 42 കിലോമീറ്റർ ആണ്. കളരിത്താറക്കുന്നിൽ ഉത്ഭവിച്ച് വട്ടക്കായലിൽ വന്ന് പതിക്കുന്നു. കൊല്ലം ജില്ലയിൽ കൂടിയാണ് ഒഴുകുന്നത്. 32 കോരപ്പുഴ എന്ന് പറയുന്നത് 40 കിലോമീറ്റർ ദൈർഘ്യമുള്ള അരിക്കൻകുന്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ കൂടി ഒഴുകുന്ന നദിയാണ് കോരപ്പുഴ. ഭവാനിപ്പുഴയോ 38 കിലോമീറ്റർ ദൈർഘ്യം. നീലഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കാവേരി നദിയിലാണ് പതനസ്ഥാനം. ഏത് ജില്ലയിലാണ് മെയിനായിട്ട് ഒഴുകുന്നത്? പാലക്കാട് ജില്ലയിൽ കൂടിയാണ് ഒഴുകുന്നത്. പിന്നെ മൊഗ്രാൽ പുഴ എന്ന് പറയുന്നത് 34 കിലോമീറ്റർ ദൈർഘ്യം. കണത്തൂർക്കുന്നിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ വന്ന് പതിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ കൂടി ഒഴുകുന്നു. കവ്വായിപ്പുഴ എന്ന് പറയുന്നത് 31 കിലോമീറ്റർ ദൈർഘ്യം. ചീമേനിക്കുന്നിൽ ഉത്ഭവിച്ച് കവ്വായി കായലിൽ വന്ന് പതിക്കുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കൂടി ഒഴുകുന്നു. പുഴയ്ക്കൽ പുഴ എന്ന് പറയുന്നത് 29 കിലോമീറ്റർ ദൈർഘ്യം. മച്ചാട്ടുമലയിൽ ഉത്ഭവിച്ച് കോൾ നിലങ്ങളിലാണ് വന്ന് പതിക്കുന്നത്. തൃശ്ശൂരാണ് അല്ലെ? കോൾനിലങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. അടുത്തത് തലശ്ശേരിപ്പുഴ എന്ന് പറയുന്നത് 28 കിലോമീറ്റർ ദൈർഘ്യം. കണ്ണവം വനത്തിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ വന്ന് പതിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ കൂടി ഒഴുകുന്നു. 38 മാമം ആർ എന്ന് പറയുന്നത് 27 കിലോമീറ്റർ ദൈർഘ്യമുള്ള പന്തലക്കോട്ട് കുന്നിൽ ഉത്ഭവിച്ച് അഞ്ചുതെങ്ങ് കായലിൽ പതിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ കൂടി ഒഴുകുന്ന നദിയാണ് മാമം ആറ് എന്ന് പറയുന്ന പുഴ. ക്ലിയർ അല്ലേ?
39ാമത് പാമ്പാറാണ് ഇടുക്കി ജില്ലയിൽ കൂടിയാണ് ഒഴുകുന്നത്. 31 കിലോമീറ്റർ ആണ് ദൈർഘ്യം. ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ബെന്മൂർ, ദേവികുളത്തെ ബെന്മൂറിലാണ് ഉത്ഭവസ്ഥാനം. എവിടെയാണ് പതിക്കുന്നത്? കാവേരി നദിയിലാണ് പതിക്കുന്നത്. 40 ചിത്താരിപ്പുഴ എന്ന് പറയുന്നത് 25 കിലോമീറ്റർ ദൈർഘ്യമുള്ള കാസർഗോഡ് ജില്ലയിൽ കൂടി ഒഴുകുന്ന ചെട്ടിയാർ ചാൽക്കുന്നിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ വന്ന് പതിക്കുന്ന നദിയാണ് ചിത്താരി പുഴ എന്ന് പറയുന്നത്. കല്ലായിപ്പുഴ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. 22 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. ചേരിക്കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉത്ഭവിച്ച് അറബിക്കടലിൽ വന്ന് പതിക്കുകയാണ് ചെയ്തത്. രാമപുരം പുഴ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ്. 19 കിലോമീറ്റർ ദൈർഘ്യം. ഇരിങ്ങൽ കുന്നുകളിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ വന്ന് പതിക്കുകയാണ് ചെയ്തത്. അയിരൂർ പുഴ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കൂടി ഒഴുകുന്നു. 17 കിലോമീറ്റർ ആണ്. നാവായിക്കുളത്ത് ഉത്ഭവിച്ച് നടയറക്കായലിൽ വന്ന് പതിക്കുകയാണ് ചെയ്തത്. 44ാമത്തെ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴയാണ്. ഏറ്റവും നീളം കുറഞ്ഞത് 16 കിലോമീറ്റർ ആണ് ദൈർഘ്യം എന്ന് പറയുന്നത്. ബാലപുണിക്കുന്നുകളിൽ ഉത്ഭവിച്ച് ഉപ്പളക്കായലിലാണ് മഞ്ചേശ്വരം പുഴ വന്ന് പതിക്കുന്നത്. ഏത് ജില്ലയിൽ കൂടെയാണ്? കാസർഗോഡ് ജില്ലയിൽ കൂടെയാണ് ഒഴുകുന്നത്. അപ്പം ഇങ്ങനെ 44 നദികളുടെ ഒറ്റ നോട്ടത്തിലുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. കേരളത്തിൽ 44 നദികളാണ് ഉള്ളത്. 41 എങ്ങോട്ടാണെന്നും 3 എങ്ങോട്ടാണെന്ന് നമ്മൾ പഠിച്ചു. അതിന്റെ ഉത്ഭവസ്ഥാനങ്ങളുടെ ഒരു വിവരം തന്നിട്ടുണ്ട്. ദൈർഘ്യം നൽകിയിരിക്കുന്നത് കിലോമീറ്ററിലാണ്. അതായത് ഈ തന്നിരിക്കുന്ന എല്ലാം കിലോമീറ്റർ ദൈർഘ്യമാണെന്നുള്ളതാണ് ആണ് പറയുന്നത്. ഓക്കെ അല്ലെ? കേരളത്തിന്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി എന്ന് പറയുന്നത് ഏതാണ്? പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി എന്ന് പറയുന്നത് ഏത് നദിയാണ്? പെരിയാർ നദിയാണ്. പെരിയാർ കേരളത്തിന്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദിയാണ് പെരിയാർ നദി. പെരിയാർ നദിയുടെ നീളം എന്ന് പറയുന്നത് 244 കിലോമീറ്റർ ആണ്. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ ആണ്. തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിച്ച് പിന്നെ ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ കൂടി ഒഴുകുന്ന നദിയാണ് ഏത്? പെരിയാർ നദി. ഏതാണ്? ശിവഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിച്ച് ഇടുക്കി, എറണാകുളം ജില്ലകളിൽ കൂടി ഒഴുകുന്ന നദിയാണ് പെരിയാർ നദി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ഏത്? പെരിയാർ നദി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ നദി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് പെരിയാർ നദിയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദിയും പെരിയാർ നദിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദിയും പെരിയാർ നദിയാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദിയും ഏതാണ്? പെരിയാർ നദിയുമാണ്. പെരിയാർ നദി തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും കേരളത്തിലെ നദിയും ഏത് തന്നെയാണ്? പെരിയാർ നദിയാണ്. പെരിയാർ ആലുവയിൽ വെച്ച് മംഗലംപുഴ, മാർത്താണ്ഡംപുഴ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിയുന്നുണ്ട്. പെരിയാർ എവിടെ വെച്ചാണ് മംഗലംപുഴ, മാർത്താണ്ഡംപുഴ എന്നിങ്ങനെ തിരിയുന്നത് എന്ന് ചോദിച്ചാൽ എവിടെ വെച്ചാണ്? ആലുവയിൽ വെച്ചാണ്. എവിടെയാണ്? ആലുവയിൽ വെച്ചാണ്. മംഗലംപുഴ പുത്തൻവേലിക്കരയിൽ വെച്ച് ചാലക്കുടി പുഴയിൽ ലയിക്കുന്നു. ഏതാണ്? മംഗലംപുഴ പുത്തൻവേലിക്കരയിൽ വെച്ച് ചാലക്കുടി പുഴയിൽ ലഭിക്കുന്നു. മാർത്താണ്ഡംപുഴ വരാപ്പുഴ കായലിലും എന്ത് ചെയ്യുന്നു? ലയിക്കുകയാണ് ചെയ്യുന്നത്. പെരിയാറിനോട് ചേരുന്ന ആദ്യ പോഷക നദി മുല്ലയാറാണ്. പെരിയാറിനോട് ചേരുന്ന ആദ്യത്തെ പോഷക നദി ഏതാണ്? മുല്ലയാറാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിലും ശങ്കരാചാര്യർ തന്റെ കൃതികളിൽ പൂർണ്ണ എന്ന പേരിലും പ്രതിപാദിച്ചിരിക്കുന്നത് പെരിയാറിനെ കുറിച്ചാണ്. ഒരു PSC ഒത്തിരി പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? പൂർണ്ണ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാണെന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. ചൂർണി എന്നറിയപ്പെട്ടതും പൂർണ്ണ എന്നറിയപ്പെടുന്നതും പെരിയാർ നദിയാണ്. ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള, കേരളത്തിലെ ഏറ്റവും കൂടുതൽ നീളത്തിൽ ഒഴുകുന്ന നദിയായിട്ടുള്ള പെരിയാർ നദിയുടെ പഴയകാല പേരാണ് ചൂർണി, അല്ലെങ്കിൽ ചൂർണിയും പൂർണ്ണയും. ഓക്കെ അല്ലേ? പിന്നെ പറയുന്നത് എന്താ? ആദിശങ്കര കീർത്തിസ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് നദീതീരം ഏതാണ്? പെരിയാർ നദി. ആലുവയാകുമ്പോൾ ഓർത്തോണം അത് പെരിയാർ നദിയാണ്. ആലുവാപ്പുഴ, കാലടിപ്പുഴ, ചൂർണി, പൂർണ്ണ എന്നീ പേരുകളിൽ പെരിയാർ അറിയപ്പെടുന്നുണ്ട്. പൂർവികർ ചുള്ളി എന്ന് വിളിച്ചിരുന്ന കേരളത്തിലെ നദിയാണ് ഏത്? പെരിയാർ. എന്താണ്? പൂർവികർ ചുള്ളി എന്ന് വിളിച്ചിരുന്ന കേരളത്തിലെ നദിയാണ് ഏത്? പെരിയാർ. ഓക്കെ അല്ലേ? ഇന്ത്യയിൽ ആദ്യമായി ഒരു ഭാഷയെ പരിപോഷിപ്പിക്കുന്നതിനായി സ്ഥാപിച്ച കാലടി സംസ്കൃത സർവകലാശാല ഏഷ്യയിലെ ഒരേ ഒരു അന്താരാഷ്ട്ര ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി, പെരുന്തച്ഛന്റെ ജന്മസ്ഥലമായ ഉളിയന്നൂര്, പിന്നെ
തിരുവൈരാണിക്കുളം ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. ഏതാ? കാലടി സംസ്കൃത സർവകലാശാലയുണ്ട്, പിന്നെ മലയാറ്റൂർ സെന്റ് തോമസ് പള്ളിയുണ്ട്, പെരുന്തച്ഛന് ജന്മസ്ഥലമായ ഉളിയന്നൂരുണ്ട്, തിരുവൈരാണിക്കുളം ക്ഷേത്രമുണ്ട്, ആലുവ ശിവക്ഷേത്രം, ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. തേക്കടി വന്യജീവി സങ്കേതം പെരിയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 1341 പെരിയാർ നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിനാലാണ് മുസിരിസ് തുറമുഖം നാമാവശേഷമായത്. 1341 ഈ വെള്ളപ്പൊക്കത്തിന്റെ ഫലമായിട്ടുണ്ടായ തുറമുഖമാണ് കേരളത്തിലെ ഏക മേജർ തുറമുഖം കൂടിയായ കൊച്ചി തുറമുഖം. അപ്പൊ കൊച്ചി തുറമുഖത്തിന് കാരണം ഏതാണ്? 1341 എന്താണ്? വെള്ളപ്പൊക്കമാണ്. വൈപ്പിൻ ദ്വീപ് രൂപം കൊണ്ടതും ഈ വെള്ളപ്പൊക്കത്തിന്റെ ഫലമായിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ? 1789 പെരിയാറിലുണ്ടായ മറ്റൊരു വെള്ളപ്പൊക്കം ഉത്തര കേരളം കീഴടക്കിക്കൊണ്ട് തെക്കോട്ട് നീങ്ങിയ ടിപ്പു സുൽത്താന്റെ ജൈത്രയാത്രയെ പിന്തിരിപ്പിക്കാൻ കാരണമായി. 1789 പെരിയാറിൽ 1924 കൊല്ലവർഷം 1099 ഉണ്ടായ വെള്ളപ്പൊക്കത്തെയാണ് 99 വെള്ളപ്പൊക്കം എന്ന് വിളിക്കുന്നത്. 99 വെള്ളപ്പൊക്കം നടന്ന വർഷം എന്ന് പറയുന്നത് 1924 കൊല്ലവർഷം 1099. ക്ലിയർ അല്ലേ? അടുത്തത് പെരിയാറിന്റെ തീരത്തുള്ള വ്യാവസായിക കേന്ദ്രമാണ് ഉദ്യോഗമണ്ഡൽ ആലുവ. ഫാക്ട് FACT എവിടെയാണ്? പെരിയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. FACT എന്ന് പറഞ്ഞാൽ എന്താ? ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്. F ഫെർട്ടിലൈസേഴ്സ്, C കെമിക്കൽസ്, പിന്നെ T ട്രാവൻകൂർ. ഇപ്പൊ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ട്രാവൻകൂർ ലിമിറ്റഡ് എന്നുള്ളതാണ് FACT. കേരളത്തിലെ വ്യവസായത്തിന്റെ 25% കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? പെരിയാർ നദിയുടെ തീരത്താണ്. ഇപ്പൊ പെരിയാർ നദി നല്ല പ്രാധാന്യത്തോടെ നമ്മൾ പഠിക്കേണ്ടതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. പിന്നെ പെരിയാറിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലമാണ് ആലുവയിലെ മാർത്താണ്ഡവർമ്മ പാലം. എവിടെയാണ്? ആലുവയിലാണ് മാർത്താണ്ഡവർമ്മ പാലം. പെരിയാറിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലമാണ് മാർത്താണ്ഡവർമ്മ പാലം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ്. 1940 പള്ളിവാസൽ പദ്ധതി കമ്മീഷൻ ചെയ്യപ്പെട്ടത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ്. 1940 പള്ളിവാസൽ പദ്ധതി കമ്മീഷൻ ചെയ്യപ്പെട്ടത്. ഓക്കെ അല്ലേ? ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ടായ മാട്ടുപ്പെട്ടി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പെരിയാർ നദിയിലാണ്. പെരിയാർ നദിയിലാണ്. പെരിയാറിന്റെയും അതിന്റെ പോഷക നദിയായ മുല്ലയാറിന്റെയും സംഗമ സ്ഥാനത്താണ് കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടായ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. പെരിയാറിന്റെയും അതിന്റെ പോഷക നദിയായ മുല്ലയാറിന്റെയും സംഗമ സ്ഥാനത്താണ് കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടായ മുല്ലപ്പെരിയാർ അണക്കെട്ട് 1895 എന്ത് ചെയ്തിരിക്കുന്നത്? നിർമ്മിച്ചിരിക്കുന്നത്. 2018 പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. മുൻപ് അത് ചാലിയാറായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം മലിനപ്പെടുന്ന നദി എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഏത് നദിയാണ്? പെരിയാർ നദി ആണ്. ഓക്കെ അല്ലേ? പെരിയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാ? മുല്ലയാറുണ്ട്, കട്ടപ്പനയാറുണ്ട്, ചെറുതോണിയാറുണ്ട്, പെരുന്തേനാറുണ്ട്, മുതിരപ്പുഴയാറുണ്ട്, തോട്ടയാറുണ്ട്, ഇടമലയാറുണ്ട്, പെരിഞ്ഞാൻകുട്ടിയാർ എന്നിവയാണ് പെരിയാറിന്റെ പ്രധാന പോഷക നദികൾ. ഓക്കെ അല്ലേ? പ്രധാന അണക്കെട്ടുകൾ എവിടെയുള്ളതാ? നമ്മുടെ പെരിയാർ നദിയിലുള്ള പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയാ? കുണ്ടള ഡാമുണ്ട്, പള്ളിവാസലുണ്ട്, ആദ്യത്തേതാണ്. മാട്ടുപ്പെട്ടിയുണ്ട്, ചെങ്കുളമുണ്ട്, ചെറുതോണിയുണ്ട്, മുല്ലപ്പെരിയാറുണ്ട്, ആനയിറങ്കലുണ്ട്, ഭൂതത്താൻകെട്ടുണ്ട്, മൂന്നാർ, കുളമാവ്. ഇതെല്ലാം പെരിയാർ നദിയിലുള്ള പ്രധാന അണക്കെട്ടുകൾ. ഏതൊക്കെയാ? കുണ്ടള, പള്ളിവാസൽ, മാട്ടുപ്പെട്ടി, ചെങ്കുളം, ചെറുതോണി, മുല്ലപ്പെരിയാർ, ആനയിറങ്കല്, ഭൂതത്താൻകെട്ട്, മൂന്നാറ്, കുളമാവ്. ഇതെല്ലാം പെരിയാർ നദിയിലെ പ്രധാന അണക്കെട്ടുകളാണ്. പെരിയാറിന്റെ പോഷക നദിയായ പന്നിയാറിലാണ് ഇടുക്കിയിലെ പൊന്മുടി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. എവിടെയാ? പെരിയാറിന്റെ പോഷക നദിയായ പന്നിയാറിലാണ് ഇടുക്കിയിലെ പൊന്മുടി ഡാം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ?
പിന്നീട് പോകുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ കാര്യം പറയാനാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? കേരളത്തിന്റെ കിഴക്കൻ മലനിരകളിലെ സഹ്യാദ്രിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ്. ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. 780 മെഗാവാട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി. 780 കിലോമീറ്റർ ആണ്. 780 മെഗാവാട്ടാണ്. കാനഡയുടെ സഹായത്തോടെ കൊളംബോ പ്ലാൻ അനുസരിച്ചിട്ട് തയ്യാറാക്കിയ ഈ പദ്ധതിയിൽ 3 അണക്കെട്ടുകൾ ഉൾപ്പെടുന്നു. പെരിയാറിലെ ഇടുക്കി അണക്കെട്ട് കുറവൻ കുറത്തി മലകളെ യോജിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ്. എന്താണ്? പെരിയാറിലെ ഇടുക്കി അണക്കെട്ട് കുറവൻ കുറത്തി മലകളെ യോജിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ അണക്കെട്ട് നിർമ്മിക്കുവാൻ സഹായിച്ച ഊരാളി ആദിവാസി നേതാവായിരുന്നു കൊലുമ്പൻ. എന്താണ്? അണക്കെട്ട് നിർമ്മിക്കാൻ, ഏതണക്കെട്ടാ? ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടിയുള്ള ഇടുക്കി അണക്കെട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച ഊരാളി ആദിവാസി നേതാവായിരുന്നു ആര്? കൊലുമ്പൻ. ആരാണ്? കൊലുമ്പൻ. ഇന്ദിരാഗാന്ധിയാണ് 1976 ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. 1976 ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പെരിയാറിന്റെ പോഷക നദിയായ ചെറുതോണിയിലാണ് മറ്റൊരു അണക്കെട്ട്. പെരിയാറിന്റെ പോഷക നദിയായ ചെറുതോണിയിലാണ് മറ്റൊരു അണക്കെട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ടും ഗ്രാവിറ്റി അണക്കെട്ടും ഏതാണ്? ചെറുതോണിയിലേതാണ്. ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ടും ഗ്രാവിറ്റി അണക്കെട്ടും ചെറുതോണിയിലെയാണ്. കുളമാവിലാണ് മൂന്നാമത്തെ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. എവിടെയാണ്? കുളമാവിലാണ് മൂന്നാമത്തെ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം ആരെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു? പെരിയാറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേരളത്തിന്റെ ഗംഗ, കേരളത്തിന്റെ നൈൽ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന നീളത്തിൽ രണ്ടാമത് സ്ഥാനമുള്ള നദിയായിട്ടുള്ള ഏതാണ്? ഭാരതപ്പുഴ. കേരളത്തിന്റെ ഗംഗ, കേരളത്തിന്റെ നൈല് എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന നദിയാണേത്? ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 209 കിലോമീറ്റർ ആണ്. ഭാരതപ്പുഴയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 209 കിലോമീറ്റർ ആണ്. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള നദിയാണേത്? ഭാരതപ്പുഴ എന്നാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം എന്നീ ജില്ലകളിലൂടെ ഭാരതപ്പുഴ ഒഴുകുന്നു. ഒന്നുകൂടെ പറയാം. തമിഴ്നാട്ടിലെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം എന്നീ ജില്ലകളിൽ കൂടെയാണ് ഏതാണ്? ഭാരതപ്പുഴ ഒഴുകുന്നത്. ഭാരതപ്പുഴയുടെ കേരളത്തിലൂടെ ഉള്ള നീളം എന്ന് പറയുന്നത് 209 കിലോമീറ്റർ ആണ്. 209 കിലോമീറ്റർ ആണ്. പുരാതന കാലത്ത് പേരാർ, പ്രതീചി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് ഭാരതപ്പുഴ. ഏതാണ്? പുരാതന കാലത്ത് പേരാറ്, പ്രതീചി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ മറ്റു പേര് എന്തൊക്കെയാ? നിളയുടെ കലാകാരൻ കേട്ടിട്ടില്ലേ? നിള എന്നറിയപ്പെടുന്ന നദി, പൊന്നാനിപ്പുഴ എന്നിങ്ങനെ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിലെ ദൈർഘ്യത്തിൽ 2ാം സ്ഥാനമുള്ള നദി ആയ ഭാരതപ്പുഴ. 209 കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ചിറ്റൂരില്, നമ്മുടെ പാലക്കാടിലെ ചിറ്റൂരിൽ ഭാരതപ്പുഴയെ വിളിക്കുന്നത് ശോകനാശിനി പുഴ എന്നാണ്. എവിടെയാ? പാലക്കാടിലെ ചിറ്റൂരില് ഭാരതപ്പുഴയെ വിളിക്കുന്ന പേര് ശോകനാശിനി പുഴ എന്നാണ് വിളിക്കുന്നത്. തുഞ്ചത്ത് എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയ്ക്ക് ഈ പേര് നൽകിയത്. ഭാരതപ്പുഴ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന പേരാണ് അമരാവതി എന്നാണ് അറിയപ്പെടുന്നത്. ഭാരതപ്പുഴ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന പേരാണ് അമരാവതി. ഏതാണ്? അമരാവതി. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയാണ്. ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഭാരതപ്പുഴ. ഓക്കെ അല്ലേ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്നത് പുഴയിലാണ്. ജലവൈദ്യുത പദ്ധതികളല്ല, ജലസേചന പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക, എഴുതുക. ഓക്കെ അല്ലേ? കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ നിർമ്മിച്ചത് ഭാരതപ്പുഴയിലാണ് അല്ലെ? പാലക്കാട് ജില്ലയിലെ മാനന്നൂരിനെയും തൃശ്ശൂർ ജില്ലയിലെ പൈങ്കുളത്തെയും ബന്ധിപ്പിക്കുന്നതാണ് ഏത്? ഉരുക്കു തടയണ. അതെവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഭാരതപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ നിർമ്മിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. മഹാത്മാഗാന്ധി, ലാൽ ബഹദൂർ ശാസ്ത്രി, ജവഹർലാൽ നെഹ്റു എന്നിവരുടെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്തിട്ടുള്ള കേരളത്തിലെ നദിയാണ് ഏത്? ഭാരതപ്പുഴ. ആരുടെയൊക്കെയാ? മഹാത്മാഗാന്ധി ഉണ്ട്, ലാൽ ബഹദൂർ ശാസ്ത്രി ഉണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, പിന്നെ
എന്നിവരുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തിട്ടുള്ള കേരളത്തിലെ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? ഭാരതപ്പുഴയാണ് എന്നുള്ള കാര്യം എഴുതി വെക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. ചരിത്ര പ്രസിദ്ധമായ മാമാങ്കം അരങ്ങേറിയിരുന്ന തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്, റിപ്പീറ്റഡ് ചോദ്യമാണ്. മാമാങ്കം നടന്നിരുന്ന കേരളത്തിലെ നദീതീരം ഏതാണ്? അല്ലെങ്കിൽ മാമാങ്കം അരങ്ങേറിയിരുന്നത് തിരുനാവായ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക, എഴുതുക. ക്ലിയർ അല്ലേ? പിന്നീട് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ജന്മസ്ഥലമായ തുഞ്ചൻ പറമ്പ്, മലപ്പുറം ജില്ലയിലെ തുഞ്ചൻ പറമ്പ്, കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുരിശിമംഗലം, കേരള കലാമണ്ഡലം, വള്ളത്തോൾ നഗർ, തൃശൂർ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. അതായത് തുഞ്ചൻ പറമ്പ്, പിന്നെ കിള്ളിക്കുരിശിമംഗലം, കേരള കലാമണ്ഡലം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് എന്നാണ് മനസ്സിലാക്കുക. അതിൽ നിളയുടെ കഥാകാരൻ അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നതും കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നതും ആരാണ്? MT വാസുദേവൻ നായരാണ്. ആരാണ്? MT വാസുദേവൻ നായരാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്, അല്ലെ? പിന്നെ പി കുഞ്ഞിരാമൻ നായരെ നമ്മൾ വിളിക്കുന്നത് നിളയുടെ കവി എന്നാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? MT വാസുദേവൻ നായരാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരാണ്. ഓക്കെ അല്ലെ? നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരാണ്. പാലക്കാട്, പറളി, കിള്ളിക്കുരിശിമംഗലം, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, തൃത്താല, പള്ളിപ്പുറം, കുമ്പിടി തുടങ്ങിയ സ്ഥലങ്ങളിൽ ശുദ്ധജലം എത്തിക്കുവാൻ ആശ്രയിക്കുന്നത് ഏത് നദിയെയാണ്? ഭാരതപ്പുഴയെയാണ്. പള്ളിപ്പുറത്ത് വെച്ചാണ് തൂതപ്പുഴ ഭാരതപ്പുഴയുമായി സംഗമിക്കുന്നത്. എവിടെ വെച്ചിട്ട്? പള്ളിപ്പുറത്ത് വെച്ചിട്ടാണ് തൂതപ്പുഴ ഭാരതപ്പുഴയുമായിട്ട് സംഗമിക്കുന്നത്. ഓക്കെ അല്ലെ? തൃശ്ശൂരിലെ മായന്നൂരിൽ വെച്ചാണ് ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായിട്ട് ചേരുന്നത്. തൃശ്ശൂരിലെ മായന്നൂരിൽ വെച്ചാണ് ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായിട്ട് ചേരുന്നത്. പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. പറളി എവിടെ? പാലക്കാട് ജില്ലയിലെ പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. ഏതാണ്? കണ്ണാടിപ്പുഴ. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് നദിയാണ് ഏത്? കണ്ണാടിപ്പുഴ. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് കണ്ണാടിപ്പുഴ. ഏതാണ്? കണ്ണാടിപ്പുഴ. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. മിനി പമ്പ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. മിനി പമ്പ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന താഴെ തന്നിരിക്കുന്ന നദികൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു CPOയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മിനി പമ്പ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയാണ്. മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള ഭാരതപ്പുഴയുടെ തീരത്തെ സ്നാനഘട്ടത്തെ ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിച്ചു. ഇതിനെ മിനി പമ്പ പദ്ധതി എന്ന് പറയുന്നു. മിനി പമ്പ പദ്ധതി എന്ന് പറയുന്നത് ഭാരതപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പൊന്നാനിയിൽ വെച്ച് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. പൊന്നാനിയിൽ വെച്ചിട്ടാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത്. എവിടെ വെച്ചിട്ടാ? പൊന്നാനിയിൽ വെച്ചിട്ടാണ്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് ഏത്? പൊന്നാനി തുറമുഖം. ഓക്കെ അല്ലേ? ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഗായത്രിപ്പുഴ. ഏതൊക്കെയാ? ഒന്ന് ഗായത്രിപ്പുഴ, രണ്ട് കണ്ണാടിപ്പുഴ അല്ലെങ്കിൽ ചിറ്റൂർ പുഴ എന്നാണ് നമ്മൾ പറയുന്നത്, കൽപ്പാത്തിപ്പുഴ, കുന്തിപ്പുഴ, തൂതപ്പുഴ എന്നിവയാണ് ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളായിട്ട് പറയുന്നത്. ഭാരതപ്പുഴയിലെ പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മലമ്പുഴ, ചുള്ളിയാറ്, വാളയാറ്, മീൻകര, പോത്തുണ്ടി എന്നിവയാണ് ഭാരതപ്പുഴയിലെ പ്രധാന അണക്കെട്ടുകളായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് നദികളുടെ കാര്യം പറഞ്ഞു. ഒന്ന് 244 കിലോമീറ്റർ ദൈർഘ്യമോട് കൂടി പെരിയാർ നദിയും 209 കിലോമീറ്റർ ദൈർഘ്യമോട് കൂടി ഭാരതപ്പുഴ നദിയുടെ കാര്യം പറഞ്ഞു. അടുത്തത് പമ്പാ നദിയാണ്. പമ്പാ നദി എന്ന് പറയുന്നത് വലുപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള നദിയാണ്. 176 കിലോമീറ്റർ ആണ്. 176 കിലോമീറ്റർ ആണ് പമ്പാ നദിയുടെ നീളം എന്ന് പറയുന്നത്. 176 കിലോമീറ്റർ. പീരുമേട്ടിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ പുളിച്ചിമലയിൽ നിന്നുമാണ് പമ്പാ നദി ഉത്ഭവിക്കുന്നത്. പുളിച്ചിമലയിൽ നിന്നാണ് പമ്പാ നദി ഉത്ഭവിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പ്രാചീന കാലത്ത് ബാരിസ്, ഇതൊന്നൊരു പ്രധാന പോയിന്റ് ആണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് പമ്പാ നദി. ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് പമ്പാ നദി. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ നദിയായിരുന്നു പമ്പ.
തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ നദിയായിരുന്നു പമ്പ. ബാരിസ് എന്ന് പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നു. മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് ഏത്? പമ്പ നദി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പിന്നെ കേരളത്തിലെ മൂന്നാമത്തെ ദൈർഘ്യമേറിയ നദിയാണ് നമ്മൾ പറഞ്ഞു, 176 കിലോമീറ്റർ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. കേരളത്തിന്റെ പുണ്യനദി തെക്കൻ കേരളത്തിലെ ഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് പമ്പ, കേരളത്തിന്റെ പുണ്യനദി. കക്കി, അഴുത, കക്കാട് ആറ്, കല്ലാറ് എന്നീ ചെറുനദികൾ പമ്പയിലാണ് കൂടിച്ചേരുന്നത്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. പമ്പയിൽ നിന്നുള്ള വെള്ളമൊക്കെ കുട്ടനാടിലൂടെയൊക്കെയാണ് ചെല്ലുന്നത് അല്ലെ. അപ്പോൾ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് അല്ലെ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ മതസമ്മേളനമായ മാരാമൺ കൺവെൻഷനും പ്രസിദ്ധമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനവും നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്താണ്. മനസ്സിലാക്കുക കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ മതസമ്മേളനമായ മാരാമൺ കൺവെൻഷനും പ്രസിദ്ധമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനവും നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രം പമ്പയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ശബരിമലയെ ചുറ്റി ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് അച്ചൻകോവിലാറാണ്. എന്താണ്? ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രം പമ്പയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ശബരിമലയെ ചുറ്റി ഒഴുകുന്ന നദി അച്ചൻകോവിലാറാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എടത്വപ്പള്ളി, ആറന്മുളയിലുള്ള കേരള വാസ്തുവിദ്യാ ഗുരുകുലം എന്നിവയും സ്ഥിതി ചെയ്യുന്നത് പമ്പയുടെ തീരത്താണ്. കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ നദിയാണ് ഏത്? പമ്പാ നദി എന്ന് മനസ്സിലാക്കുക. ശബരിഗിരി അണക്കെട്ട്, കക്കി അണക്കെട്ട്, കക്കാട് അണക്കെട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ്. ഓക്കെ അല്ലേ? വിയ്യപുരം എന്ന സ്ഥലത്ത് വെച്ച് അച്ചൻകോവിലാറും നീരേറ്റുപുരത്തിന് സമീപത്ത് വെച്ച് മണിമലയാറും പമ്പാ നദിയിൽ ചേരുന്നുണ്ട്. ക്ലിയർ അല്ലേ? പിന്നെ ഇങ്ങോട്ട് പോകുമ്പോ കേരളത്തിന്റെ ദക്ഷിണ ഭഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പയാണ്. ഇങ്ങനെ ഒരു പാട്ടില്ലേ, ദക്ഷിണ ഹിമവാൻ ശബരിമല, ദക്ഷിണ ഭാഗീരഥി പമ്പ എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ദക്ഷിണ ഭഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പ നദിയാണ്. ഹരിത കേരളം പദ്ധതിയിലൂടെ പുനരുജ്ജീവിപ്പിക്കപ്പെട്ട പമ്പാ നദിയുടെ പോഷക നദിയാണ് ഏത്? വരട്ടാർ അല്ലെ. ഹരിത കേരളം പദ്ധതിയിലൂടെ പുനരുജ്ജീവിപ്പിക്കപ്പെട്ട പമ്പാ നദിയുടെ പോഷക നദിയാണ് വരട്ടാർ എന്ന നദി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന നദി പമ്പാ നദിയാണ്. ആ പമ്പാ നദിയിലാണ് പ്രസിദ്ധമായ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ്. പിന്നെ ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ്. മണിമലയാറും അച്ചൻകോവിലാറുമാണ് പമ്പയുടെ പ്രധാന പോഷക നദികൾ. മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ചൻകോവിലാറിലാണ്. ഓക്കെ അല്ലേ? പത്തനംതിട്ടയിൽ പമ്പാ നദിയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ്. ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലാണ്. ഓക്കെ അല്ലേ? പമ്പാ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് ഏത്? പമ്പ ആക്ഷൻ പ്ലാൻ. കേന്ദ്ര സർക്കാരിന്റെ ഏതാണ്? പമ്പാ നദിയെ മാലിന്യമുക്തമാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ എന്ന പദ്ധതി. ഓക്കെ അല്ലേ? പമ്പയുടെ പതനസ്ഥാനം വേമ്പനാട്ട് കായലിലാണ്. വേമ്പനാട്ട് കായലാണ്. ക്ലിയർ അല്ലേ? അപ്പൊ പമ്പാ നദിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത നദി ഏതാണ്? അടുത്ത നദി 169 കിലോമീറ്റർ ദൈർഘ്യമുള്ള ചാലിയാറാണ്. ഏതാണ്? ചാലിയാർ. വയനാട് ജില്ലയിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ നദികളിൽ വലിപ്പത്തിൽ 4-ാം സ്ഥാനം. 4 ചാലിയാർ എന്ന് ഓർക്കുക. കേരളത്തിലെ നദികളിൽ വലിപ്പത്തിൽ 4-ാം സ്ഥാനമുള്ള നദിയാണ് ചാലിയാർ. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നു, കല്ലായിപ്പുഴ എന്നറിയപ്പെടുന്നു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് ഏത്? ചാലിയാർ. ബേപ്പൂർ പുഴ എന്നും കല്ലായിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ചാലിയാറാണ്. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. പരിസ്ഥിതി മലിനീകരണം മൂലം അടച്ചുപൂട്ടിയ മാവൂർ ഗ്വാളിയോർ റയോൺസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ചാലിയാറിന്റെ തീരത്താണ്. കേരളത്തിൽ മലിനീകരണ തോതിൽ മുൻപ് 1-ാം സ്ഥാനത്ത് ചാലിയാർ ആയിരുന്നു, ഇപ്പോൾ അത് പെരിയാറാണ്. ഓക്കെ അല്ലേ? വായു ജല മലിനീകരണത്തിനെതിരെ KA റഹ്മാന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ് ചാലിയാർ ലഹള. അത് ചാലിയാർ നദിയുടെ തീരത്തായിരുന്നു. ചാലിയാർ സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവായിരുന്നു
അദ്രേയോക്ക, അദ്രേയി എന്നീ പേരുകളിൽ അറിയപ്പെട്ട കാവുങ്കൽ ആമക്കോട് അബ്ദുൾ റഹ്മാൻ എന്ന KA റഹ്മാൻ. ഓക്കെ അല്ലേ? ഓട് വ്യവസായം, ഓട് വ്യവസായത്തിന് പ്രസിദ്ധമായ ഫറൂഖ്, തടി വ്യവസായത്തിന് പ്രസിദ്ധമായ കല്ലായി എന്നിവ ചാലിയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചാലിയാറിന്റെ തീരത്താണ് കല്ലായി, തടി വ്യവസായത്തിന് പ്രസിദ്ധമായ കല്ലായിയും ഓട് വ്യവസായത്തിന് പ്രസിദ്ധമായ ഫറൂഖും ചാലിയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചാലിപ്പുഴ, പുന്നപ്പുഴ, പാണ്ടിയാറ്, കരിമ്പുഴ, ചെറുപുഴ, കാഞ്ഞിരപ്പുഴ, കരുമ്പൻപുഴ, വാടപ്പുറം പുഴ, ഇരവിഴിഞ്ഞിപ്പുഴ, ഇലനെല്ലിപ്പുഴ എന്നിവയാണ് ചാലിയാറിന്റെ പ്രധാന പോഷക നദികൾ. ഇലവിഴിഞ്ഞിപ്പുഴ എന്ന് പറയുന്നത് ചാലിയാറിന്റെ പോഷക നദിയാണ്. ക്ലിയർ? ചാലിയാർ നദി കടന്നു പോകുന്ന നിലമ്പൂർ താഴ്വരയിലെ തീരപ്രദേശങ്ങളിൽ സ്വർണ്ണ നിക്ഷേപം ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? കോഴിക്കോട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി ബേപ്പൂരിന് സമീപത്ത് വെച്ചാണ് അറബിക്കടലിൽ പതിക്കുന്നത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ കൂടി ഒഴുകുന്ന ചാലിയാർ ബേപ്പൂരിന് സമീപത്ത് വെച്ചിട്ടാണ് അറബിക്കടലിൽ പതിക്കുന്നത്. മനസ്സിലാക്കുക. അടുത്തത് ഏതാണ്? ഇപ്പം 169 കിലോമീറ്റർ വരെയായി. അടുത്തത് 145.5 കിലോമീറ്ററോടുകൂടി ചാലക്കുടി പുഴ, പ്രധാനമായിട്ടും തൃശ്ശൂർ ജില്ല, എറണാകുളം ജില്ലയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ഇത് ചാലക്കുടി പുഴ. 145.5 കിലോമീറ്റർ ആണ് ദൈർഘ്യമായിട്ട് പറയുന്നത്. ആനമലയാണ് ഉത്ഭവസ്ഥാനം. ആനക്കയം, പറമ്പിക്കുളം, ഷോളയാറ്, കാരാപ്പാറ എന്നീ അരുവികൾ കൂടി ചേർന്നാണ് ചാലക്കുടി പുഴ രൂപം കൊള്ളുന്നത്. ആനക്കയം, പറമ്പിക്കുളം, ഷോളയാറ്, കാരാപ്പാറ എന്നീ അരുവികൾ കൂടി ചേർന്നാണ് ചാലക്കുടി പുഴ രൂപം കൊള്ളുന്നത്. ഇന്ത്യയിൽ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടി പുഴ. ഇന്ത്യയിൽ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടി പുഴ. ഏതാണ്? ചാലക്കുടി പുഴ. തൃശ്ശൂരിന്റെ സ്വന്തം നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടി പുഴയാണ്. തൃശ്ശൂരിന്റെ സ്വന്തം നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേർന്ന സ്ഥലമാണ് പുത്തൻവേലിക്കര. എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കരയിലാണ് ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേരുന്നത്. ഷോളയാറ്, തുണക്കടവ്, പെരിങ്ങൽകുത്ത് എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. ഏതാണ്? ഷോളയാറ്, തുണക്കടവ്, പെരിങ്ങൽകുത്ത് എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. ക്ലിയർ അല്ലേ? തൃശ്ശൂർ ജില്ലയിലുള്ള ആതിരപ്പള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ചാലക്കുടി പുഴയുടെ ഭാഗങ്ങളാണ്. തൃശ്ശൂർ ജില്ലയിലാണല്ലോ ആതിരപ്പള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടം, അതെല്ലാം ചാലക്കുടി പുഴയുടെ ഭാഗങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലെ വെന്തലയിലാണ്. എവിടെയാണ്? വെന്തലയിലാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പുഴയാണ് ചാലക്കുടി പുഴ. എന്താണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പുഴയാണ് ചാലക്കുടി പുഴ. ഓക്കെ അല്ലേ? തുമ്പൂർമുഴി അണക്കെട്ട് ചാലക്കുടി പുഴയിലും പറമ്പിക്കുളം അണക്കെട്ട് ചാലക്കുടി പുഴയുടെ കൈവഴിയിൽ പറമ്പിക്കുളവുമാണ്. എന്താണ്? തുമ്പൂർമുഴി അണക്കെട്ട് ചാലക്കുടി പുഴയിലും പറമ്പിക്കുളം അണക്കെട്ട് ചാലക്കുടി പുഴയുടെ കൈവഴിയിൽ പറമ്പിക്കുളത്തുമാണ്. ഓക്കെ. തൃശ്ശൂര്, പാലക്കാട്, എറണാകുളം ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലൂടെ ഒഴുകുന്ന ചാലക്കുടി പുഴ നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറ്റിക്സ് റിസോഴ്സസിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ മത്സ്യസമ്പത്ത് ലഭിക്കുന്ന ഒരു നദിയാണ്. ഏതാണ്? ചാലക്കുടി പുഴ. വിവാദമായ നിർദ്ദിഷ്ട ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ്. ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴ പതിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഏത് കായലാണ്? കൊടുങ്ങല്ലൂർ കായലിലാണ് പതിക്കുന്നത്. ചാലക്കുടി പുഴ കൊടുങ്ങല്ലൂർ കായലിലാണ് പതിക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയായിട്ടുള്ള 16 കിലോമീറ്റർ മാത്രമുള്ള ഏതാണ്? 16 കിലോമീറ്റർ മാത്രം സഞ്ചരിക്കുന്ന മഞ്ചേശ്വരം പുഴ ഏത് ജില്ലയിൽ കൂടിയാണ് ഒഴുകുന്നത്? കാസർഗോഡ് ജില്ലയിൽ കൂടിയാണ് ഒഴുകുന്നത്. അത് ഉത്ഭവിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് ബാലപൂണിക്കുന്നാണ്. ബാലപൂണിക്കുന്നുകളിൽ നിന്നാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത്. തലപ്പാടി പുഴ എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ്. ഉപ്പളക്കായലാണ് മഞ്ചേശ്വരം പുഴ പതിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലൂടെയാണ് മഞ്ചേശ്വരം പുഴ ഒഴുകുന്നത്. ഓക്കെ അല്ലേ? ഉപ്പളക്കായലിൽ പതിക്കുന്നു. 16 കിലോമീറ്റർ ആണ്. തലപ്പാടിപ്പുഴ ബാലപൂണിക്കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദികളിൽ ഏറ്റവും ചെറുത്, കേരളത്തിന്റെ ഏറ്റവും വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദി എന്നീ പ്രത്യേകതകളുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. എത്ര കിലോമീറ്റർ ആണുള്ളത്? 16 കിലോമീറ്റർ ആണ് ഉള്ളത്. ക്ലിയർ അല്ലേ? അടുത്തത് കേരളത്തിൽ
കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 ഉള്ളത്. അതിനകത്ത് ഒന്നാമതായിട്ടുള്ളത് ആരാണ്? കബനി. കബനിയാണ് ഏറ്റവും നീളം കൂടിയത്. കബനിയുടെ നീളം എന്ന് പറയുന്നത്, ദൈർഘ്യം എന്ന് പറയുന്നത് 57 കിലോമീറ്റർ ആണ്. എത്രയാണ്? 57 കിലോമീറ്റർ ആണ്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളും കാവേരിയുടെ പോഷക നദികളാണ്. ഇതിൽ ഏറ്റവും ദൈർഘ്യമേറിയതാണ് ഏത്? കബനി നദി. ഓക്കെ അല്ലേ? കേരളത്തിലൂടെ 57 കിലോമീറ്റർ ദൂരം ഒഴുകുന്ന കബനി നദിയുടെ നീളം 240 കിലോമീറ്റർ ആണ്. കേരളത്തിലൂടെ 57 കിലോമീറ്റർ ദൂരം ഒഴുകുന്ന കബനി നദിയുടെ നീളം, മൊത്തത്തിലുള്ള നീളം 240 കിലോമീറ്റർ ആണ് അല്ലെ. തൊണ്ടാർമുടിയിൽ നിന്നുമാണ് കബനി നദി ഉത്ഭവിക്കുന്നത്. തൊണ്ടാർമുടിയിലാണ് ഉത്ഭവിക്കുന്നത്. കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് ഏത്? കബനി നദി. കബനി കർണാടകത്തിലോട്ട് ഒഴുകുന്നു. കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി നദിയാണ്. കബനിയുടെ പോഷക നദിയായ കരമനത്തോടിൽ നിർമ്മിച്ചിരിക്കുന്ന ബാണാസുര സാഗർ ഡാം അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മണൽ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണൽ അണക്കെട്ടാണ് ബാണാസുര സാഗർ അല്ലെ. കപില എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയും കബനിയാണ്. കബനി. ഓക്കെ. മാനന്തവാടിപ്പുഴ എന്ന പേരിലും അറിയപ്പെടുന്നത് കബനി. വയനാട് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. മാനന്തവാടിപ്പുഴ, കബനി നദി വയനാട് ജില്ലയിൽ കൂടിയാണ് ഒഴുകുന്നത്. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നാഗർഹോളെ ദേശീയോദ്യാനം. കർണാടകയിലെ നാഗർഹോളെ ദേശീയോദ്യാനമാണ് കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. നാഗർഹോളെ ദേശീയോദ്യാനം, കർണാടക. പനമരം പുഴ, ബാവലിപ്പുഴ എന്നിവ കബനി നദിയുടെ പോഷക നദിയാണ്. പനമരം പുഴ, ബാവലിപ്പുഴ എന്നിവ കബനി നദിയുടെ പോഷക നദികളാണ്. കബനി നദി കർണാടകത്തിലെ തിരുമക്കുടൽ എന്ന സ്ഥലത്ത് വെച്ച് കാവേരിയിൽ പതിക്കുന്നു. എന്താണ്? കബനി നദി കർണാടകത്തിലെ തിരുമക്കുടൽ എന്ന സ്ഥലത്ത് വെച്ച് കാവേരിയിൽ പതിക്കുകയാണ് ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പം ആരുടെ കാര്യം കഴിഞ്ഞു? കിഴക്കോട്ട് ഒഴുകുന്ന നദിയിൽ ഒന്നാമത്തെ നദിയായിട്ടുള്ള കബനി നദിയുടെ കാര്യം കഴിഞ്ഞു. അടുത്തത് ആരാണ്? രണ്ടാമത് ഭവാനിയ. ഭവാനിയുടെ നീളം എന്ന് പറയുന്നത് 38 കിലോമീറ്റർ ആണ്. 38 കിലോമീറ്റർ ആണ് ഭവാനി നദിയുടെ എന്ന് പറയുന്നത് നീളം എന്ന് പറയുന്നത്, ദൈർഘ്യം എന്ന് പറയുന്നത്. നീലഗിരി കുന്നുകളിൽ നിന്നുമാണ് ഭവാനി നദി ഉത്ഭവിക്കുന്നത്. കേരളത്തിലൂടെ 38 കിലോമീറ്റർ ദൂരം ഒഴുകുന്ന ഭവാനി നദിയുടെ ആകെ നീളം 217 കിലോമീറ്റർ ആണ്. കേരളത്തിലൂടെ 38 കിലോമീറ്റർ ദൂരം ഒഴുകുന്ന ഭവാനി നദിയുടെ മൊത്തം നീളം 217 കിലോമീറ്റർ ആണ്. പാലക്കാട് ജില്ലയിലൂടെയാണ് ഭവാനി നദി ഒഴുകുന്നത്. തമിഴ്നാട്ടിലേക്ക് ഒഴുകി കാവേരിയിൽ ചേരുകയാണ് ചെയ്യുന്നത്. ഭവാനി നദിയുടെ പോഷക നദികളാണ് ശിരുവാണിപ്പുഴയും വരഗാറും. ഭവാനി പുഴയുടെ പോഷക നദികളാണ് ശിരുവാണിപ്പുഴയും വരഗാറും. ക്ലിയർ അല്ലേ? ഭവാനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു അണക്കെട്ടാണ് മുക്കാലി ഡാം. ഭവാനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു അണക്കെട്ടാണ് മുക്കാലി ഡാം. ക്ലിയർ അല്ലേ? ഭവാനി നദി. അടുത്തത് ആരാണ്? അടുത്തത് പാമ്പാറാണ്. ഏതാണ്? പാമ്പാർ. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ 3-ാം സ്ഥാനത്ത് വരുന്നതാണ് പാമ്പാർ. പാമ്പാറിന്റെ നീളം എന്ന് പറയുന്നത് 25 കിലോമീറ്റർ ആണ്. കേരളത്തിലെ 25 കിലോമീറ്റർ ദൂരം ഒഴുകുന്ന പാമ്പാറിന്റെ ആകെ നീളം 31 കിലോമീറ്റർ ആണ്. അതായത് ബാക്കി 6 കിലോമീറ്റർ ആണ് കർണാടകത്തിൽ കൂടി ഒഴുകുന്നത് അല്ലെ. ഓക്കെ അല്ലെ? ഇടുക്കി ജില്ലയിലെ ദേവികുളത്തെ ബെന്മൂറിൽ നിന്നാണ് പാമ്പാർ നദി ഉത്ഭവിക്കുന്നത്. ഇരവികുളം ദേശീയോദ്യാനം, ചിന്നാർ വന്യജീവി സങ്കേതം എന്നിവയിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം, ചിന്നാർ വന്യജീവി സങ്കേതം എന്നിവയിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ നദി. ഓക്കെ. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. ചന്ദനക്കാടുകൾക്ക് പ്രസിദ്ധമായ മറയൂർ കാട്ടിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. തലയാർ എന്ന പേരിലാണ് പാമ്പാർ ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത്. എന്നാൽ തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്ന മഞ്ചേശ്വരം പുഴയാണ്. അല്ലെ, തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. എന്നാൽ തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ്. മനസ്സിലാക്കുക, കമ്പയർ ചെയ്ത് പഠിക്കുക. കാവേരി നദിയുടെ പോഷക നദിയാണ് പാമ്പാർ. ഇരവികുളം, ചങ്കലാറ്, തേനാറ്, തീർത്ഥമല, മൈലാടി എന്നിവ പാമ്പാറിന്റെ പോഷക നദികളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചാണ് കാവേരി നദിയുടെ പോഷക നദിയായ അമരാവതി രൂപം കൊള്ളുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. തൂവാനം വെള്ളച്ചാട്ടം മൂന്നാർ ഇടുക്കി ജില്ലയാണ്. കുമ്പുകാരെ വെള്ളച്ചാട്ടം തമിഴ്നാട് എന്നിവ സ്ഥിതി ചെയ്യുന്നത് പാമ്പാർ നദിയിലാണ്. എവിടെയാണ്? തൂവാനം വെള്ളച്ചാട്ടം, കുമ്പകാരെ വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പാമ്പാർ നദിയിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? പിന്നെ കേരളത്തിലെ
നദികളുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് മറ്റ് വിവരങ്ങൾ എന്ന് പറയുന്നത്? കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറാണ്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം നെയ്യാറിന് തീരത്താണ്. കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറുത് രാമപുരം പുഴയാണ്. 19 കിലോമീറ്റർ ആണ് രാമപുരം പുഴ. പയസ്വിനി പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ്. മൗര്യ രാജാവായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. ഓക്കെ, കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ചന്ദ്രഗിരി പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ കല്ലട പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് കല്ലടയാറിലാണ്. കല്ലടയാറ് പതിക്കുന്നത് അഷ്ടമുടിക്കായലിലാണ്. ക്ലിയർ അല്ലേ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിൽ കൂടിയാണ്. 12 നദികൾ ഒഴുകുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. 12 നദികളാണ് കാസർഗോഡ് ജില്ലയിൽ കൂടി ഒഴുകുന്നത്. കോട്ടയം പട്ടണം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിന്റെ തീരത്താണ്. അരുന്ധതി റോയിയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് മീനച്ചിലാറാണ്. കേരളത്തിന് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. എന്നാൽ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയാണ് തൂതപ്പുഴ. ക്ലിയർ അല്ലേ? കേരളത്തിൽ മലിനീകരണത്തിന്റെ തോത് ഏറ്റവും കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. കേരളത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ ചെറുകിട ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം പദ്ധതി എവിടെയാണ്? തൂതപ്പുഴയിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക, ക്ലിയർ ആക്കുക. ഇന്ത്യയുടെ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അല്ലെ? തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി പുഴയിലാണ് അതിന്റെ ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ. ആതിരപ്പള്ളിക്ക് 390 അടി ഉയരമുണ്ട്. ക്ലിയർ അല്ലേ? തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി OV വിജയൻ രചിച്ച കൃതിയാണ് ഗുരുസാഗരം. ഏതാണ്? തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി OV വിജയൻ രചിച്ച കൃതിയാണ് ഗുരുസാഗരം. ഓക്കെ അല്ലേ? സൈലന്റ് വാലി പദ്ധതിക്ക് പകരം കുന്തിപ്പുഴയിൽ നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയാണ് പാത്രക്കടവ് പദ്ധതി, പാലക്കാട് ജില്ല. പാത്രക്കടവ് പദ്ധതി. സൈലന്റ് വാലി പദ്ധതിക്ക് പകരം കുന്തിപ്പുഴയിൽ നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയാണ് പാത്രക്കടവ് പദ്ധതി. അത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ അല്ലേ? ദക്ഷിണ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ പുഴയാണ് അയിരൂർ പുഴ, 17 കിലോമീറ്റർ. ദേശീയ തലത്തിൽ മഹാനദിയായി കണക്കാക്കുന്ന ഒരു നദി പോലും കേരളത്തിലില്ല. 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ നീർവാർച്ചയുള്ള പ്രദേശമുള്ള നദികളെയാണ് മഹാനദിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. മഹാനദിയായിട്ട് കണക്കാക്കുന്ന കേരളത്തിൽ ഒരു നദി പോലും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദിയാണ് വളപട്ടണം പുഴ. ഏതാണ്? വളപട്ടണം പുഴ. കക്കയം അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടിപ്പുഴയിലാണ്. കക്കയം അണക്കെട്ട് കുറ്റ്യാടിപ്പുഴ. കരമനയാറിന്റെ തീരത്താണ് തിരുവനന്തപുരം നഗരം സ്ഥിതി ചെയ്യുന്നത്. കരമനയാറിന്റെ തീരത്താണ് തിരുവനന്തപുരം നഗരം സ്ഥിതി ചെയ്യുന്നത് അല്ലെ? തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്നത് കരമനയാറിൽ നിന്നാണ്. തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്നത് കരമനയാറിൽ നിന്നാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി. റിപ്പീറ്റഡ് PSC ചോദ്യമാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി നദി. ഓക്കെ അല്ലേ? ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ. ഏതാണ്? ചീങ്കണ്ണിപ്പുഴ. ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കുറുമാലിപ്പുഴ. ഏതാണ്? കുറുമാലിപ്പുഴ. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ. ഏതാണ്? പെരിയാർ. മുരാടുപുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കുറ്റ്യാടിപ്പുഴയാണ്. മുരാടുപുഴ എന്നറിയപ്പെടുന്ന നദിയാണ് കുറ്റ്യാടിപ്പുഴ. ക്ലിയർ അല്ലേ? കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന കുറ്റ്യാടിപ്പുഴയാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ചാലിപ്പുഴയിലാണ്. തൊടുപുഴയാറ്, കാളിയാറ്, കോതമംഗലം പുഴ എന്നിങ്ങനെ 3 നദികളുടെ സംഗമ ഫലമായി രൂപം കൊണ്ട നദിയാണ് മൂവാറ്റുപുഴയാർ. ഏതാണ്? മൂവാറ്റുപുഴയാർ. പായങ്ങാടി പുഴ എന്നറിയപ്പെടുന്ന കുപ്പം പുഴയുടെ അഴിമുഖത്തുള്ള തുറമുഖമാണ് അഴീക്കൽ. ഏതാണ്? അഴീക്കൽ. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടളപ്പുഴ എന്നിവ മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ്. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിവ മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം കമ്മീഷൻ ചെയ്യപ്പെട്ട 1957 ഒക്ടോബർ 4 ആദ്യത്തെ അണക്കെട്ട് തൃശൂർ ജില്ലയിലെ പീച്ചി അണക്കെട്ടാണ്. എന്നാൽ മണാലി നദിയിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടി പുഴയിലാണ്. അത് ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ മുല്ലപ്പെരിയാർ, തുണക്കടവ്,
പെരുവരിപ്പള്ളം, പറമ്പിക്കുളം എന്നീ ഡാമുകളുടെ ഉടമസ്ഥതയ്ക്ക് വേണ്ടിയാണ് തമിഴ്നാട് അവകാശ തർക്കം ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം അണക്കെട്ടിലെ പറമ്പിക്കുളം ആളിയാർ പദ്ധതി പ്രകാരം കേരളം തമിഴ്നാടിന് ജലം നൽകി വരാറുണ്ട് അല്ലെ. പരവൂർ കായലിൽ പതിക്കുന്ന നദിയാണ് ഇത്തിക്കരപ്പുഴ. പരവൂർ കായലിൽ പതിക്കുന്ന നദിയാണ് ഇത്തിക്കരപ്പുഴ. ഏതാണ് ഇത്തിക്കരപ്പുഴ? സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിള്ളിയാറിന് തീരത്താണ്. ഏതാണ്? സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിള്ളിയാറിന്റെ തീരത്താണ്. ഏതാണ്? കിള്ളിയാറിന്റെ തീരത്താണ്. ക്ലിയർ അല്ലേ? കോയമ്പത്തൂർ നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്നത് ശിരുവാണി അണക്കെട്ടിൽ നിന്നുമാണ്. കോയമ്പത്തൂർ നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്നത് ശിരുവാണി അണക്കെട്ടിൽ നിന്നുമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ മൂന്നാമത്തെ ക്ലാസ് ആണ്, നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ നദികളുടെ എല്ലാം പ്രധാനപ്പെട്ട കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനങ്ങളും 41 കിഴക്കോട്ട് ഒഴുകുന്നതും 3 പടിഞ്ഞാറോട്ട് ഒഴുകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്ന ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.